പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് സാധ്യതയേറെയെന്ന് ഐക്യരാഷ്ട്ര വികസന സമിതി. ഉടൻ യുദ്ധം അവസാനിച്ചാലും കാർഷിക മേഖലയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കൃഷി ഇറക്കുന്ന സമയത്താണ് വളം ഇറക്കുമതിയിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കാർഷിക മേഖലയെ ബാധിക്കുമെന്നും ദാരിദ്ര്യത്തിന് വഴിവെക്കുമെന്നും യുണൈറ്റഡ് നേഷൻസ് വികസന വിഭാഗം മേധാവി അലക്സാണ്ടർ ഡി ക്രൂ പറയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾ തടയുന്നത് കാരണം രൂക്ഷമായ വളക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് കാർഷിക മേഖലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അധികൃതർ പറയുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങും. കൂടാതെ ഊർജ്ജക്ഷാമത്തിനും വിദേശത്തു നിന്നുള്ള പണമിടപാടുകളെയും യുദ്ധം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും വികസന സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൃഷിക്കാവശ്യമായ വളത്തിൻ്റെ വലിയൊരു ശതമാനവും മിഡിൽ ഈസ്റ്റിലാണ് ഉത്പാദിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാനും നിയന്ത്രണത്തിന് വേണ്ടി മത്സരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും വളം എത്തുന്നത്. യുദ്ധം ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതും തള്ളിക്കളയാനാകില്ല. ഇത് ലോകത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നാണ് ഐക്യരാഷ്ട്ര വികസന സമിതിയുടെ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.